നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവംബർ മാസം 1 മുതൽ 15 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 2024 കേരള പുരസ്കാരമാണ്. പത്മ പുരസ്കാര മാതൃകയിൽ കേരളം കൊടുത്തു തുടങ്ങിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പ്രൊഫസർ MK സാനുവിനാണ്. 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവാണ് പ്രൊഫസർ MK സാനു. ഇനി 2024 കേരള പ്രഭ കിട്ടിയത് 2 പേർക്കാണ്. ഡോക്ടർ S സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ S സോമനാഥ്, ഭുവനേശ്വരി. അപ്പോൾ 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച ജൈവ കർഷക ആരാണ്? ഭുവനേശ്വരി. ഡോക്ടർ S സോമനാഥൻ നമുക്കറിയാം, ISRO ചെയർമാനാണ്. നെക്സ്റ്റ് 2024 കേരളശ്രീ പുരസ്കാരം 6 പേർക്കാണ് ലഭിച്ചത്. കലാമണ്ഡലം വിമല മേനോൻ. കലാമണ്ഡലം വിമല മേനോൻ കലയാണ് മേഖല. ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം. നാരായണ ഭട്ടതിരി കാലിഗ്രാഫി. സഞ്ജു സാംസൺ കായികം. ഷൈജ ബേബി സാമൂഹ്യ സേവനം. VK മാത്യൂസ് വ്യവസായം. അപ്പോൾ 2024 കേരളശ്രീ പുരസ്കാരം കാലിഗ്രാഫി മേഖലയിൽ നിന്നും കേരളശ്രീ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? നാരായണ ഭട്ടതിരിയാണ്. അതേപോലെ കേരളശ്രീ പുരസ്കാരം 2024 ആരോഗ്യ മേഖലയിൽ നിന്ന് ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ TK ജയകുമാർ. ഷൈജ ബേബിയുടെ മേഖല ചോദിച്ചാൽ സാമൂഹ്യ സേവനം. VK മാത്യൂസിന്റെ മേഖല വ്യവസായം. സഞ്ജു സാംസൺ ആണെങ്കിൽ കായികം. കലാമണ്ഡലം വിമല മേനോൻ കല. ഇനി അടുത്തത് ഈ 2024 കേരള പുരസ്കാര സമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ, KV ജയകുമാർ, ഡോക്ടർ B ഇക്ബാൽ. അപ്പോൾ ഈ അവാർഡ് സമിതിയിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? അടൂർ ഗോപാലകൃഷ്ണൻ, KV ജയകുമാർ, ഡോക്ടർ B ഇക്ബാൽ. നെക്സ്റ്റ്, അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഡോക്ടർ MK സാനുവാണ്. MK സാനുവാണ് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന കൃതി രചിച്ചത്. MK സാനുവിനാണ് 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയതാരാണ്? അബ്ദുള്ള അബൂബക്കർ ആണ്. അദ്ദേഹം ട്രിപ്പിൾ ജമ്പ് താരമാണ്. അപ്പോൾ മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് അബ്ദുള്ള അബൂബക്കർ. ട്രിപ്പിൾ ജമ്പ് താരമാണ്. നെക്സ്റ്റ്, ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് വിധി പുറപ്പെടുപ്പിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് വിധി പ്രഖ്യാപിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ സമസ്ത കേരളം സാഹിത്യ പരിഷത്ത് സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ നാടകകൃത്താണ് CL ജോസ്. ഈ വർഷത്തെ സമസ്ത കേരളം സാഹിത്യ പരിഷത്ത് സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ നാടകകൃത്താണ് CL ജോസ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് തിയറി മാത്യു. അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ്? തിയറി മാത്യു. അടുത്ത ക്വസ്റ്റ്യൻ, വായു മലിനീകരണം രൂക്ഷമായി തുടരുന്ന ഡൽഹിയിൽ ദീപാവലി കണക്കിലെടുത്ത് സർക്കാർ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് വിളക്കുകൾ തെളിയിക്കൂ പടക്കം വേണ്ട. വായു മലിനീകരണം രൂക്ഷമായി തുടരുന്ന ഡൽഹിയിൽ ദീപാവലി കണക്കിലെടുത്ത് സർക്കാർ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് വിളക്കുകൾ തെളിയിക്കൂ പടക്കം വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, നഗരത്തിൽ യാചകവൃത്തി നടത്തി തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. നഗരത്തിൽ യാചകവൃത്തി നടത്തി തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. നെക്സ്റ്റ്, ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ AK അനിൽകുമാർ. ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ AK അനിൽകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് NS മാധവൻ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ.
ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേര്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരമാണ് പുറം മറുപുറം. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? NS മാധവനാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവൽ രചിച്ചതാരാണ്? NS മാധവനാണ്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരമാണ് പുറം മറുപുറം. ഇതേപോലെ ഇദ്ദേഹത്തിന് കുറെ ചെറുകഥകളുണ്ട്. അതാണ് ഹിക്കിറ്റ, തിരുത്ത് എന്നിവ ഇദ്ദേഹത്തിന്റെ ചെറുകഥകൾ. നെക്സ്റ്റ് 2026 പുറത്തിറങ്ങുന്ന ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ C-295 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനം നിർമ്മിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ വഡോദരയിലെ ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സിലാണ്. അപ്പോൾ 2026 പുറത്തിറങ്ങുന്ന ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ C-295 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനം നിർമ്മിക്കുന്നത് ഗുജറാത്തിലെ വഡോദരയിലെ ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സിലാണ്. 2024 നവംബറിൽ അന്തരിച്ച സാമ്പത്തിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വവും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി ചെയർമാനുമായ വ്യക്തിയാണ് ബിബേക് ദബ്രോയി. അപ്പോൾ 2024 നവംബറിൽ അന്തരിച്ച സാമ്പത്തിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വവും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ബിബേക് ദബ്രോയി. ഈ ബിബേക് ദബ്രോയിക്ക് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് എന്നാണ്? 2015 2015 ബിബേക് ദബ്രോയിക്ക് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ 2019 ജൂൺ 5 വരെ നീതി ആയോഗിലെ അംഗം കൂടിയായിരുന്നു ബിബേക് ദബ്രോയി. അപ്പോൾ 2024 നവംബറിൽ അന്തരിച്ച സാമ്പത്തിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വവും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ബിബേക് ദബ്രോയി. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം ചോദിച്ചാൽ 2015. അതേപോലെ ഇദ്ദേഹം നീതി ആയോഗിലെ അംഗമായിരുന്നു. 2019 ജൂൺ 5 വരെ നീതി ആയോഗിലെ അംഗം കൂടിയായിരുന്നു ബിബേക് ദബ്രോയി. നെക്സ്റ്റ്, ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. 2024 കോളിൻസ് നിഘണ്ടുവിൽ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്ത വാക്കാണ് ബ്രാറ്റ്. ആത്മവിശ്വാസവും നിലപാടും ഉള്ളയാള് എന്നാണ് ബ്രാറ്റ് എന്ന വാക്കിന് അർത്ഥം. അപ്പോൾ 2024 കോളിൻസ് നിഘണ്ടുവിലെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്ത വാക്കാണ് ബ്രാറ്റ്. അർത്ഥം എന്താണ്? ആത്മവിശ്വാസവും നിലപാടും ഉള്ള ആളെന്നാണ് ബ്രാറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. നെക്സ്റ്റ്, സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയ രാജ്യമാണ് ജപ്പാൻ. സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ജപ്പാൻ. നെക്സ്റ്റ്, ട്രെയിൻ റിസർവേഷന് പുതുതായി ഏർപ്പെടുത്തിയ സമയപരിധിയാണ് 60 ദിവസം. ട്രെയിൻ റിസർവേഷന് പുതുതായി ഏർപ്പെടുത്തിയ സമയപരിധി എത്ര ദിവസമാണ്? 60 ദിവസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈലായ ഹോസോങ് 19 വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ ചോദിച്ചാൽ ഏതാണ്? ഹോസോങ് 19 ആണ്. ആ ഹോസോങ് 19 വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. നെക്സ്റ്റ്, ഉല എന്ന നോവലിന്റെ രചയിതാവാരാണ്? KV മോഹനകുമാർ. അപ്പോൾ ഉല എന്ന നോവൽ രചിച്ചതാരാണ്? KV മോഹനകുമാർ ആണ്. അടുത്തത്, കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച സൗരപരിവേഷണ ദൗത്യമാണ് പ്രോബ് 3. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച സൗരപരിവേഷണ ദൗത്യമാണ് പ്രോബ് 3. പ്രോബ് 3 വിക്ഷേപിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസി ആണ്. നെക്സ്റ്റ്, മെഡിസെപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? ശ്രീറാം വെങ്കിട്ടരാമൻ. മെഡിസെപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന
അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ നടപ്പിലാക്കിയ 100 ദിന ക്യാമ്പയിനാണ് ഉജ്ജീവനം. കേരളത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ നടപ്പിലാക്കിയ 100 ദിന ക്യാമ്പയിനാണ് ഉജ്ജീവനം. നെക്സ്റ്റ്, വെള്ളാനിക്കര കാർഷിക സർവകലാശാല പച്ചക്കറി ശാസ്ത്ര വിഭാഗം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തണ്ണിമത്തൻ ഇനങ്ങളാണ് സ്വർണ്ണ, ഷോണിമ. അപ്പോൾ സ്വർണ്ണ, ഷോണിമ എന്നിവ അത്യുൽപാദന ശേഷിയുള്ള തണ്ണിമത്തൻ ഇനങ്ങളാണ്. ഇത് വികസിപ്പിച്ചെടുത്തത് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗമാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാല പച്ചക്കറി ശാസ്ത്ര വിഭാഗം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തണ്ണിമത്തൻ ഇനങ്ങൾ ഏതൊക്കെയാണ്? സ്വർണ്ണ, ഷോണിമ. രാജ്യാതിർത്തികളിലും മാവോവാദി മേഖലകളിലും കുഴിബോംബുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഡ്രോൺ സംവിധാനമാണ് ഏകലവ്യ. രാജ്യാതിർത്തികളിലും മാവോവാദി മേഖലകളിലും കുഴിബോംബുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഡ്രോൺ സംവിധാനമാണ് ഏകലവ്യ. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റംസ് ഓട്ടോമേഷൻ ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ രാജ്യാതിർത്തികളിലും മാവോവാദി മേഖലകളിലും കുഴിബോംബുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഡ്രോൺ സംവിധാനമാണ് ഏകലവ്യ. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻ ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യൻ സൈനികർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരുക്കുന്ന സംവിധാനമാണ് ഇത് ഏകലവ്യ എന്ന് പറയുന്ന സംവിധാനം. നെക്സ്റ്റ്, വ്യാജ ഫോൺ കോളുകളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ സൈബർ പോലീസ് ഏർപ്പെടുത്തിയ പ്രത്യേക സംവിധാനമാണ് സൈബർ വാൾ. അപ്പോൾ വ്യാജ ഫോൺ കോളുകളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ സൈബർ പോലീസ് ഏർപ്പെടുത്തിയ പ്രത്യേക സംവിധാനമാണ് സൈബർ വാൾ. നെക്സ്റ്റ്, ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയമായി മാറ്റുന്നത്? ഷെയ്ഖ് ഹസീന. അപ്പോൾ ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയമായി മാറ്റുന്നത്? ഷെയ്ഖ് ഹസീന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സഞ്ചാരികൾക്ക് അനുവദിച്ച ഫ്രീ വിസ പ്രവേശനം അനിശ്ചിതകാലത്തേക്ക് നീട്ടിയ രാജ്യമാണ് തായ്ലൻഡ്. ഇന്ത്യൻ സഞ്ചാരികൾക്ക് അനുവദിച്ച ഫ്രീ വിസ പ്രവേശനം അനിശ്ചിതകാലത്തേക്ക് നീട്ടിയ രാജ്യമാണ് തായ്ലൻഡ്. നിലവിലെ നിയമപ്രകാരം തായ്ലൻഡിൽ 60 ദിവസം വരെ വിസ ഇല്ലാതെ ഇന്ത്യക്കാർക്ക് താമസിക്കാം. അപ്പോൾ ഇന്ത്യൻ സഞ്ചാരികൾക്ക് അനുവദിച്ച ഫ്രീ വിസ പ്രവേശനം അനിശ്ചിതകാലത്തേക്ക് നീട്ടിയ രാജ്യം ഏതാണ്? തായ്ലൻഡ്. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിനായി നൽകുന്ന സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാം. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാം. സ്മാമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്ന സബ്മിഷൻ അഗ്രികൾച്ചർ മെക്കാനിസേഷൻ എന്നാണ്. അപ്പോൾ കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാം. സ്മാമിന്റെ ഫുൾ ഫോം എന്താണ്? സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനിസേഷൻ എന്നാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി തെരഞ്ഞെടുത്തത് ഏതാണ്? ലാഹോർ. പാകിസ്ഥാനിലെ ലാഹോറാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരാണ്? പ്രാവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രാവോ സുബിയാന്തോ ആണ് 2025 റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി തലച്ചോറിൽ ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫ് ഘടിപ്പിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ആദ്യമായി തലച്ചോറിൽ ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫ് ECOG ഘടിപ്പിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നെക്സ്റ്റ്, രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രത്തിന്റെ രചയിതാവ് ആരാണ്? തോമസ് മാത്യു. രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രത്തിന്റെ രചയിതാവാണ് തോമസ് മാത്യു. രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാണ്? തോമസ് മാത്യു ആണ്. നെക്സ്റ്റ്, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നത്. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ്. നെക്സ്റ്റ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് വിപിൻ കുമാർ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? വിപിൻ കുമാർ ആണ്. രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേഘമണ്ഡൽ സംസ്ഥാൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവാരാണ്? മുരളി ചീരോത്ത് ആരാണ്? ലളിതകലാ അക്കാദമി ചെയർമാൻ കൂടിയാണ് ആര്? മുരളി ചീരോത്ത്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൃതികൾ വിവർത്തനം ചെയ്ത പ്രമുഖ വിവർത്തകനാണ് P. സദാശിവൻ. അപ്പോൾ അടുത്തിടെ അന്തരിച്ച P. സദാശിവൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇദ്ദേഹം ഒരു വിവർത്തകൻ. അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് P. സദാശിവൻ. ഇദ്ദേഹം എന്തുവാണ്? വിവർത്തകനാണ്. അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൃതികൾ വിവർത്തനം ചെയ്ത പ്രമുഖ വിവർത്തകന്റെ പേരാണ് P. സദാശിവൻ. അടുത്തത്, ഇലക്ട്രിക് വാഹന യാത്രക്കാർക്കായി KSEB നടപ്പിലാക്കാൻ പോകുന്ന നൂതന പദ്ധതി ഏതാണ്? ദേശീയപാതയിൽ ടേക്ക് എ ബ്രേക്ക് മാതൃകയിൽ ഹൈടെക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ KSEB നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതിയാണ് ദേശീയപാതയിൽ ടേക്ക് എ ബ്രേക്ക് മാതൃകയിൽ ഹൈടെക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക എന്നത്. ഇലക്ട്രിക് വാഹന യാത്രക്കാർക്കായി KSEB നടപ്പിലാക്കാൻ പോകുന്ന നൂതന പദ്ധതിയാണ് ദേശീയപാതയിൽ ടേക്ക് എ ബ്രേക്ക് മാതൃകയിൽ ഹൈടെക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക എന്നത്. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി നടന്ന ദേശീയ വനിതാ മത്സ്യത്തൊഴിലാളി സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറയിലാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി നടന്ന ദേശീയ വനിതാ മത്സ്യത്തൊഴിലാളി സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ കടപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ SD ബിജുവാണ്. 2024 ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ വ്യക്തിയാണ് SD ബിജു. ഇദ്ദേഹം എങ്ങനെ അറിയപ്പെടും? ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ SD ബിജു. അപ്പോൾ 2024 ഡോക്ടർ P. കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം നേടിയത് ആരാണ്? SD ബിജുവാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ SD ബിജു. നെക്സ്റ്റ്, 2024 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ്. 2024 ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി. നെക്സ്റ്റ്, ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം ലഭിച്ച ഇന്ത്യക്കാരിയാണ് മൻസി അഹാലത്ത്. അപ്പോൾ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ ലഭിച്ച ഇന്ത്യക്കാരി ചോദിച്ചാൽ ആരാണ്? മൻസി അഹാലത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജ്ഞാനസ്നാനം എന്ന നോവലിന്റെ രചയിതാവ് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ സുഭാഷ് ചന്ദ്രനാണ് ജ്ഞാനസ്നാനം എന്ന നോവൽ രചിച്ചത്. ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് മുതൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് വരെയുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് മുതൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് വരെയുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന ആപ്പ് ചോദിച്ചാൽ ഏതാണ്? സൂപ്പർ ആപ്പാണ്. സെൻട്രൽ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. സെൻട്രൽ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ്.
അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് മുതൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് വരെയുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന ആപ്പ് ഏതാണ്? സൂപ്പർ ആപ്പാണ്. ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത് ആരാണ്? സെൻട്രൽ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. സെൻട്രൽ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, നിർധന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ വിദ്യാഭ്യാസ വായ്പാ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. നിർധന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ വിദ്യാഭ്യാസ വായ്പാ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. ഈടും ജാമ്യവുമില്ലാതെ നിർധനനായ വിദ്യാർത്ഥികൾക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് ഏത്? PM വിദ്യാലക്ഷ്മി, പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ, അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹമാണ് T016651b എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ഗ്രഹം കണ്ടെത്തിയത്? അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരാണ് ഇത് കണ്ടെത്തിയത്. ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹമാണ് ഏത്? T016651b എന്ന് പറയുന്നത്. ഇത് സൗരയൂഥത്തിന് പുറത്താണ് ഈ ഗ്രഹം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹമാണ് ഏത്? T016651b. നെക്സ്റ്റ്, അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി. ആരെയാണ് പരാജയപ്പെടുത്തിയത്? കമലാ ഹാരിസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഡെമോക്രാറ്റിക് പാർട്ടിയായ കമലാ ഹാരിസിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. അപ്പം അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ചോദിച്ചാൽ ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ കമലാ ഹാരിസിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. അടുത്തത്, അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റിന്റെ പേരാണ് JD വാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാൻ ആകില്ലെന്നും വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാൻ ആകില്ലെന്നും വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നവംബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് കോട്ടയം. അപ്പോൾ 2024 നവംബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. ഡിജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയുടെ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോട്ടയം ജില്ലയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ 2024 നവംബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോട്ടയം ജില്ലയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. നെക്സ്റ്റ്, കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 16 വയസ്സായി നിശ്ചയിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 16 വയസ്സായി നിശ്ചയിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ആസാമിലെ ഡരംഗയിലാണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ആസാമിലെ ഡരംഗയിലാണ്. ആസാമിലെ ഡരംഗ. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്വ് കിനാവ് എന്ന നോവൽ രചിച്ചതാരാണ്? പെരുമ്പടവൻ ശ്രീധരൻ. അപ്പോൾ കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്വ് കിനാവ് എന്ന നോവൽ രചിച്ചതാരാണ്? പെരുമ്പടവം ശ്രീധരൻ.
അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യ AI എൻസൈക്ലോപീഡിയയാണ് നിർമ്മിത ബുദ്ധി. മലയാളത്തിലെ ആദ്യ AI എൻസൈക്ലോപീഡിയ ഏതാണ്? നിർമ്മിത ബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഡൽഹി. ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായത് ഡൽഹിയാണ്. നെക്സ്റ്റ്, രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് തണുപ്പ്. തണുപ്പ് എന്ന ചിത്രത്തിന്റെ സംവിധാനം ആരാണ്? രാജേഷ് നാരായണൻ. അപ്പോൾ രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? മലയാള ചിത്രമാണ് തണുപ്പ്. തണുപ്പ് എന്ന ചിത്രത്തിന്റെ സംവിധാനം രാജേഷ് നാരായണൻ. രാജേഷ് നാരായണൻ സംവിധാനം ചെയ്ത തണുപ്പ് എന്ന് പറയുന്ന ചിത്രമാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. രണ്ടാം സ്ഥാനം, ഇന്ത്യയിൽ രണ്ടാം സ്ഥാനം ഏതാണ്? മധ്യപ്രദേശിനാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ രണ്ടാം സ്ഥാനം ചോദിച്ചാൽ ആർക്കാണ്? മധ്യപ്രദേശിനാണ്. നെക്സ്റ്റ്, തുടർച്ചയായി 2 2020 മത്സരങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ. തുടർച്ചയായി 2 2020 മത്സരങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ. നെക്സ്റ്റ്, ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതുമായിട്ടുള്ള ഗാമാറേ ടെലിസ്കോപ്പാണ് മെയ്സ്. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതുമായിട്ടുള്ള ഗാമാറേ ടെലിസ്കോപ്പാണ് മെയ്സ്. മേജർ അറ്റ്മോസ്ഫറിക് ചെരങ്കോവ് എക്സ്പീരിമെന്റ് എന്നാണ് മെയ്സിന്റെ ഫുൾ ഫോം. മേജർ അറ്റ്മോസ്ഫറിക് ചെരങ്കോവ് എക്സ്പീരിമെന്റ്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4300 മീറ്റർ ഉയരത്തിലാണ് ഈ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. അതേപോലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഈ ടെലിസ്കോപ്പ് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതുമായിട്ടുള്ള ഗാമാറേ ടെലിസ്കോപ്പാണ് മെയ്സ്. മേജർ അറ്റ്മോസ്ഫറിക് ചെരങ്കോവ് എക്സ്പീരിമെന്റ്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4300 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? കൊച്ചി. സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കൊച്ചിയിലാണ്. നെക്സ്റ്റ്, ഗന്ധം ഞൊടിയിടയിൽ കണ്ടെത്താനായി ഇലക്ട്രോണിക് മൂക്ക് കണ്ടെത്തിയ സർവകലാശാലയെ സിഡ്നി സർവകലാശാല. അപ്പോൾ ഗന്ധം ഞൊടിയിടയിൽ കണ്ടെത്താനായി ഇലക്ട്രോണിക് മൂക്ക് കണ്ടെത്തിയ സർവകലാശാലയാണ് സിഡ്നി സർവകലാശാല. നെക്സ്റ്റ്, ക്രോസ്വേഡ് ബുക്ക് അവാർഡ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ മലയാളികളാണ് അനിത നായർ, സന്ധ്യ മേരി, സഹറുനുസൈബ, കണ്ണാന്തരി. ക്രോസ്വേഡ് ബുക്ക് അവാർഡ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ മലയാളികളാണ് അനിത നായർ, സന്ധ്യ മേരി, സഹറുനുസൈബ, കണ്ണാന്തരി. അടുത്ത ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ആനി ജോർജ്. 16ാം ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളി വനിത ആരാണ്? ആനി ജോർജ്. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ. അപ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ആനി ജോർജ്. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി സൂര്യകർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ആർക്കാണ്? ഗുജറാത്തിനാണ് 1ാം സ്ഥാനം. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 2ാം സ്ഥാനം. 1ാം സ്ഥാനം ഏത് സംസ്ഥാനത്തിനാണ്? ഗുജറാത്തിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 FIH ഹോക്കി സ്റ്റാർ അവാർഡുകളിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർമൻപ്രീത് സിംഗ് ആണ്. അപ്പോൾ 2024 FIH ഹോക്കി സ്റ്റാർ അവാർഡുകളിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർമൻപ്രീത് സിംഗ് ആണ്.
ഇതിൽ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR ശ്രീജേഷിനാണ്. അപ്പോൾ 2024 FIH ഹോക്കി സ്റ്റാർ അവാർഡുകളിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹർമൻപ്രീത് സിംഗ്. ഇതിൽ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR ശ്രീജേഷിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നവംബറിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. 2024 നവംബറിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ്, പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കിരീടം നേടിയ ടീമാണ് കാലിക്കറ്റ് FC. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കിരീടം നേടിയ ടീം ഏതാണ്? കാലിക്കറ്റ് FC. നെക്സ്റ്റ്, ബിംസ്റ്റെക് എനർജി സെന്റർ സ്ഥാപിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം. അപ്പോൾ ബിംസ്റ്റെക് എനർജി സെന്റർ സ്ഥാപിക്കുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് ബിംസ്റ്റെക് എനർജി സെന്റർ സ്ഥാപിക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സാരംഗിയെ ഒരു സോളോ ഉപകരണമായി ഉയർത്തിയ വ്യക്തിയാണ് പണ്ഡിറ്റ് രാം നാരായണൻ. അപ്പോൾ അടുത്തിടെ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സാരംഗിയെ ഒരു സോളോ ഉപകരണമായി ഉയർത്തിയ വ്യക്തിയാണ് പണ്ഡിറ്റ് നാരായണൻ. അടുത്തിടെ അന്തരിച്ച പണ്ഡിറ്റ് നാരായണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, വനിതാ സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പ്രത്യേക ശാഖകളാണ് നാരി ശക്തി ബ്രാഞ്ചുകൾ. വനിതാ സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പ്രത്യേക ശാഖകളാണ് നാരി ശക്തി ബ്രാഞ്ചുകൾ. 2024 ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനത്തിന്റെ പ്രമേയമാണ് വാക്സിൻസ് ഫോർ ഓൾ, പ്രൊട്ടക്ടിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിൽഡിംഗ് ഹെൽത്ത് ഇക്വിറ്റി. അപ്പോൾ 2024 ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? വാക്സിൻസ് ഫോർ ഓൾ, പ്രൊട്ടക്ടിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിൽഡിംഗ് ഹെൽത്ത് ഇക്വിറ്റി. ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 10 ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനമായിട്ട് ആചരിക്കുന്നത്. WHO 1974 മുതലാണ് ലോക പ്രതിരോധ കുത്തിവയ്പ് പരിപാടി ആരംഭിച്ചത്. അപ്പോൾ 1974 മുതലാണ് WHO ലോക പ്രതിരോധ കുത്തിവയ്പ് പരിപാടി ആരംഭിച്ചത്. എന്നാണ് ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം? നവംബർ 10. 2024 ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനത്തിന്റെ പ്രമേയമാണ് വാക്സിൻസ് ഫോർ ഓൾ, പ്രൊട്ടക്ടിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിൽഡിംഗ് ഹെൽത്ത് ഇക്വിറ്റി. വാക്സിൻസ് ഫോർ ഓൾ, പ്രൊട്ടക്ടിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിൽഡിംഗ് ഹെൽത്ത് ഇക്വിറ്റി. നെക്സ്റ്റ്, ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കാൻ തീരുമാനിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാൻസ്റ്റർ. അപ്പോൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കാൻ തീരുമാനിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാൻസ്റ്റർ. ഇതിൽ ഇന്ത്യ പങ്കാളിയാകുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ നിന്നും പങ്കാളിയാകുന്നത്. അപ്പോൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കാൻ തീരുമാനിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാൻസ്റ്റർ. നെക്സ്റ്റ്, IIT മദ്രാസും ISROയും സംയുക്തമായി സ്ഥാപിക്കുന്ന സെന്റർ ഓഫ് എക്സലന്റ് ഏത് മേഖലയിലാണ്? ഫ്ലൂയിഡ് ആൻഡ് തെർമൽ സയൻസ് മേഖലയിലാണ്. അപ്പോൾ IIT മദ്രാസും ISROയും സംയുക്തമായി സ്ഥാപിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഏത് മേഖലയിലാണ്? ഫ്ലൂയിഡ് ആൻഡ് തെർമൽ സയൻസ് മേഖലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ആഗോള പേറ്റന്റ് ഫയലിംഗിൽ ഇന്ത്യ നേടിയ റാങ്ക് 6ാം സ്ഥാനമാണ്. 2023 ആഗോള പേറ്റന്റ് ഫയലിംഗിൽ ഇന്ത്യ നേടിയ റാങ്ക് എത്രയാണ്? 6 ആണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് 15.7% വർധനവാണ് ഉള്ളത്. 2023 ഇന്ത്യയുടെ പേറ്റന്റ് ഫയലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 64,480 ഫയലുകളാണ് പേറ്റന്റ് ചെയ്തത്. അപ്പോൾ 2023 ആഗോള പേറ്റന്റ് ഫയലിംഗ് ഇന്ത്യയുടെ റാങ്ക് 6ാം സ്ഥാനം. മുൻവർഷത്തെ അപേക്ഷിച്ച് 15.7% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ്, 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രമേയമാണ് യങ് ഫിലിം മേക്കേഴ്സ്, ദ ഫ്യൂച്ചർ ഈസ് നൗ.
2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രമേയമാണ് യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഈസ് നൗ. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദി എവിടെയാണ്? ഗോവയിലെ പനാജിയാണ് സ്ഥിരം വേദി. അതേപോലെ 2024 ഫോക്കസ് രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. അപ്പോൾ 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രമേയമാണ് യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഈസ് നൗ എന്നുള്ളത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദി എവിടെയാണ്? ഗോവയിലെ പനാജിയിലാണ്. ഗോവയിലെ പനാജിയിൽ. നെക്സ്റ്റ്, വടക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ അഗ്നിപ്രതിരോധ സസ്യമാണ് ഡീക്ലിപ്റ്റേറ പോളിമോർഫ. വടക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ അഗ്നിപ്രതിരോധ സസ്യത്തിന്റെ പേരാണ് ഡിക്ലിപ്റ്റേറ പോളിമോർഫ. ഡിക്ലിപ്റ്റേറ പോളിമോർഫ. നെക്സ്റ്റ്, മൗറീഷ്യസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ നവീൻ രാംഗുലാം. മൗറീഷ്യസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഡോക്ടർ നവീൻ രാംഗുലാം. നെക്സ്റ്റ്, തായ്ലൻഡ് ടൂറിസത്തിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറും ഓണററി ടൂറിസം അഡ്വൈസറുമായി നിയമിതനായ വ്യക്തിയാണ് സോനം സൂദ്. സോനം സൂദ് തായ്ലൻഡ് ടൂറിസത്തിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറും ഓണററി ടൂറിസം അഡ്വൈസറുമായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? സോനം സൂദ്. നെക്സ്റ്റ്, ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ ഹാളിൽ പ്രകടനം നടത്തി അപൂർവ നേട്ടം കൈവരിച്ച മൃദംഗ കലാകാരനാണ് വരദറാവു കമലാകര റാവു. അപ്പോൾ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ ഹാളിൽ പ്രകടനം നടത്തി അപൂർവ നേട്ടം കൈവരിച്ച മൃദംഗ കലാകാരനാണ് ആര്? വരദറാവു കമലാകര റാവു. വരദറാവു കമലാകര റാവു. നെക്സ്റ്റ്, 2024 ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിങ്ങിങ് ഗ്യാപ്സ് എന്നാണ്. 2024 ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയമാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിങ്ങിങ് ഗ്യാപ്സ്. എന്നാണ് ലോക പ്രമേഹ ദിനം? നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 14 ലോക പ്രമേഹ ദിനം. അപ്പോൾ 2024 ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിങ്ങിങ് ഗ്യാപ്സ് എന്നാണ്. നെക്സ്റ്റ്, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രോ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് PV പ്രിയ. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രോ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ ആരാണ്? PV പ്രിയ. നെക്സ്റ്റ്, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സച്ചിൻ ബേബി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ്? സച്ചിൻ ബേബി. നെക്സ്റ്റ്, ഇന്ത്യൻ ഓയിലിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അർവിന്ദർ സിംഗ് സാഹി. ഇന്ത്യൻ ഓയിലിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? അർവിന്ദർ സിംഗ് സാഹി. നെക്സ്റ്റ്, EP ജയരാജന്റെ പുതിയ ആത്മകഥയുടെ പേരാണ് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം. അപ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? EP ജയരാജാണ്. നെക്സ്റ്റ്, കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലന്റുമായി സഹകരിച്ച് ട്രോൺ റിസർച്ച് പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലുമായി സഹകരിച്ച് ട്രോൺ റിസർച്ച് പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. നെക്സ്റ്റ്, 2024 അവസാന സൂപ്പർ മൂൺ അറിയപ്പെടുന്ന പേരാണ് ബീവർ മൂൺ. 2024 അവസാന സൂപ്പർ മൂൺ എങ്ങനെ അറിയപ്പെടും? ബീവർ മൂൺ എന്നാണ് അറിയപ്പെടുന്നത്. 2024 നവംബർ 16 ഇത് ദൃശ്യമായത്. നവംബർ 16. അപ്പോൾ 2024 അവസാന സൂപ്പർ മൂൺ അറിയപ്പെടുന്ന പേരാണ് ബീവർ മൂൺ. ഇത് ദൃശ്യമായത് എന്നാണ്? നവംബർ 14. 2024 നവംബർ 16 ഇത് ദൃശ്യമായത്.
അടുത്ത ക്വസ്റ്റ്യൻ 2024 ബുക്കർ സമ്മാന ജേതാവാണ് സാമന്ത ഹാർവി. 2024 ബുക്കർ സമ്മാന ജേതാവ് ആരാണ്? സാമന്ത ഹാർവി. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന കൃതിക്കാണ് 2024 ബുക്കർ സമ്മാനം ലഭിച്ചത്. അപ്പോൾ 2024 ബുക്കർ സമ്മാന ജേതാവാണ് സാമന്ത ഹാർവി. കൃതി ചോദിച്ചാൽ ഏതാണ്? ഓർബിറ്റൽ എന്ന് പറയുന്ന കൃതിയാണ്. നെക്സ്റ്റ്, സമഗ്ര സംഭാവനകൾക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ IV ദാസ് അവാർഡ് നേടിയത് M ലീലാവതിയാണ്. സമഗ്ര സംഭാവനകൾക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ IV ദാസ് അവാർഡ് നേടിയ വ്യക്തിയാണ് M ലീലാവതി. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പൊൻകുന്നം സെയ്ദിനാണ്. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് പൊൻകുന്നം സെയ്ദിനാണ്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകിയ കരീബിയൻ രാജ്യമാണ് ഡൊമിനിക്ക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകിയ കരീബിയൻ രാജ്യമാണ് ഡൊമിനിക്ക. ഡൊമിനിക്കയുടെ പ്രധാനമന്ത്രിയാണ് റൂസ് വെൽറ്റ് സ്കെറിറ്റ്. ഡൊമിനിക്കൻ പ്രധാനമന്ത്രിയാണ് റൂസ് വെൽറ്റ് സ്കെറിറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകിയ കരീബിയൻ രാജ്യമാണ് ഡൊമിനിക്ക. നെക്സ്റ്റ്, അംബേദ്കറുടെ ജീവചരിത്രത്തിന് കമലാദേവി ചതോപാധ്യായ NIF പുസ്തക സമ്മാനം നേടിയ എഴുത്തുകാരനാണ് അശോക് ഗോപാൽ. അപ്പോൾ അംബേദ്കറുടെ ജീവചരിത്രത്തിന് കമലാദേവി ചതോപാധ്യായ NIF പുസ്തക സമ്മാനം നേടിയ എഴുത്തുകാരൻ ചോദിച്ചാൽ ആരാണ്? അശോക് മേത്ത. അദ്ദേഹത്തിന്റെ എ പാർട്ട് എന്ന് പറയുന്ന നോവൽ പുസ്തകത്തിനാണ് സമ്മാനം ലഭിച്ചത്. അംബേദ്കറുടെ ജീവചരിത്രത്തിന് കമലാദേവി ചതോപാധ്യായ NIF പുസ്തക സമ്മാനം നേടിയ എഴുത്തുകാരനാണ് അശോക് ഗോപാൽ. പുസ്തകം ചോദിച്ചാൽ ഏതാണ്? എ പാർട്ട്. നെക്സ്റ്റ്, 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ. 7 ഭൂഖണ്ഡങ്ങളിലുമുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ചോദിച്ചാൽ ഷെയ്ഖ് ഹസൻ. നെക്സ്റ്റ്, 43ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേള നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. 43ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേളയുടെ വേദി ചോദിച്ചാൽ ന്യൂഡൽഹി. നെക്സ്റ്റ്, ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മലയാളി താരമാണ് മുഹമ്മദ് ഇനാൻ. ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മലയാളി താരമാണ് മുഹമ്മദ് ഇനാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കണ്ടെത്തിയത് എവിടെയാണ്? സോളമൻ ദ്വീപിലെ തെക്കുകിഴക്കൻ പസഫിക് സമുദ്രത്തിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കണ്ടെത്തിയത് എവിടെയാണ്? സോളമൻ ദ്വീപിലെ തെക്കുകിഴക്കൻ പസഫിക് സമുദ്രത്തിലാണ്. നെക്സ്റ്റ്, കേരള പോലീസ് ആരംഭിച്ച ചിരി പദ്ധതിയുടെ ഹെൽപ്ലൈൻ നമ്പറാണ് 94 97 90 0200. കേരള പോലീസ് ആരംഭിച്ച ചിരി പദ്ധതിയുടെ ഹെൽപ്ലൈൻ നമ്പറാണ് ഏത്? 94 97 900 200. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.